ഗേൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മൾക്ക് ക്രിസ്മസ് എക്സാം പൊളിച്ചടക്കണ്ടേ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തേർഡ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന ചാപ്റ്ററിനകത്ത് ഒരുപാട് ഇക്വേഷനും ഒരുപാട് പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ മാത്രം നമ്മൾ ചെയ്യാണ്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കൂട്ടുകാർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം മക്കളെ. അപ്പോൾ അധികം സമയം കളയുന്നില്ല. അപ്പോൾ ഈ വരുന്ന പരീക്ഷ നമുക്ക് പൊളിച്ചടക്കണം. എല്ലാവർക്കും GBU, ഗോഡ് ബ്ലസ് യു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു ചോദ്യം എപ്പോഴും നമുക്ക് ഈ ഒരു ചിത്രത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ തേർഡ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന ആ ഒരു ചാപ്റ്ററിൽ റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ബലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അത് ഏത് രൂപത്തിലും വരാം. അപ്പൊ അതിന്റെ ഒരു മോഡൽ രൂപത്തിലൊരു ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വസ്തുവിൽ 200 ന്യൂട്ടൺ ബലം ഒരു ദിശയിലും 250 ന്യൂട്ടൺ ബലം എതിർ ദിശയിലും. അപ്പൊ ചിത്രം തന്നെ വെറുതെ ഒന്ന് വരച്ചു വെക്കാം. ഒരു ദിശയിൽ 200 ന്യൂട്ടണും എതിർ ദിശയിൽ 250 ന്യൂട്ടണും പ്രയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിണിത ബലം കണക്കാക്കുക. പരിണിത ബലം കണക്കാക്കാൻ നമുക്കറിയാം. ആദ്യത്തെ F1 രണ്ടാമത്തെ F2 ആയിട്ട് എടുത്തു. ആദ്യത്തെ പ്ലസ് ആണെങ്കിൽ രണ്ടാമത്തെ മൈനസ് ആയിട്ട് എടുക്കണം. അപ്പൊ F = F1 + F2 എന്നൊക്കെ വെച്ച് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, ഒരു മാർക്കുള്ള ചോദ്യമുള്ളൂ. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 250 200ഉം അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 50 ന്യൂട്ടൺ എന്ന് എഴുതി വെച്ചു. പരിണിത ബലം കണക്കാക്കുക 50 ന്യൂട്ടൺ ഡയറക്റ്റ് എഴുതി വെച്ചാൽ മതി അല്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് ആണല്ലേ. എ ഫോഴ്സ് 200 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി in one direction and another force 250 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് അവിടുത്തെ റിസൾട്ടിന് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ അവിടുത്തെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ എത്ര? 50 ന്യൂട്ടൺ എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആ വസ്തു ചലിക്കുമെങ്കിൽ അത് ഏത് ദിശയിലായിരിക്കും എന്നുള്ളതാണ് അല്ലേ? If it moves, what will be the direction of motion എന്നാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഏത് ഭാഗത്തുനിന്നാണോ കൂടുതൽ ഫോഴ്സ് വരുന്നത് ആ ഫോഴ്സ് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതൽ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ എന്ത് ചെയ്യുന്നു? വസ്തു ചലിക്കുന്നു എന്ന് എഴുതാം. അപ്പൊ എന്ത് ചെയ്യാം? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ ഫോഴ്സ്. അപ്പൊ ബിയുടെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ ഫോഴ്സ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ചോദ്യം ക്ലിയർ ആണോ? ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഫുള്ള് പ്രോബ്ലങ്ങളാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊരു പ്രോബ്ലം ആവാൻ പാടില്ല. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് അടിച്ചിട്ട് ഒറ്റക്കൊന്ന് ചെയ്തു നോക്കുക. അല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. കാരണം നമ്മളെ പരീക്ഷയിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ വരും. ഗ്രാവിറ്റേഷൻ എന്നുള്ള ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരും. തിയറി ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളാക്കാം. അത് പേടിക്കുന്നു വേണം. നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഫുള്ള് ഞാൻ പറഞ്ഞുതരും. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ എന്തെങ്കിലും ചെയ്ത് പഠിക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കിക്കോളൂ എന്താണ്. 10 കിലോഗ്രാം മാസുള്ളൊരു വസ്തു പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/സെക്കൻഡിൽ നിന്നും 18 മീറ്റർ/സെക്കൻഡായി മാറി. മൊമെന്റ് വ്യത്യാസത്തിന്റെ നിരക്ക് എത്ര? ഇവിടെ പ്രയോഗിച്ച ഫലം എത്ര? വസ്തുവിന്റെ ത്വരണം എത്ര? 6 സെക്കൻഡ് സമയത്തേക്ക് പ്രയോഗിച്ച വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എന്താണ്? എ വെലോസിറ്റി ഓഫ് ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ചേഞ്ചസ് ഫ്രം 6 മീറ്റർ/സെക്കൻഡ് ടു 18 മീറ്റർ/സെക്കൻഡ്. അപ്പൊ ആദ്യം വരുന്നത് U, രണ്ടാമത് വരുന്നത് V അല്ലേ? ആദ്യം നടക്കുന്നത് ഏതാണ്? 6 മീറ്റർ/സെക്കൻഡിൽ നിന്നും 18 മീറ്റർ/സെക്കൻഡായി മാറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യുവും വരും, അവസാനത്തത് 18 വിയും വരും. ഇനി അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ? മൊമെന്റ് വ്യത്യാസത്തിന്റെ നിരക്ക് എത്ര? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ mv - mu/t അല്ലെ? ഇതല്ലേ ഇക്വേഷൻ. അപ്പൊ ഇത് പ്രോബ്ലം ചെയ്യാൻ സുഖത്തിന് നമ്മൾ എന്ത് ചെയ്യുക? m പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് v - u/t ഇങ്ങനെ ചെയ്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 കിലോഗ്രാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. v എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 - u എന്ന് പറഞ്ഞാൽ 6 ബൈ ടൈം 4 സെക്കൻഡ് അല്ലെ? ഇവിടെ 4 സെക്കൻഡ് തന്നിട്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 10 × 18 - 18 - 6 എന്ന് പറഞ്ഞാൽ 18 6 കുറയ്ക്കും. അപ്പൊ 12 എന്ന് കിട്ടി. അപ്പൊ 12/4. ഈ 12ഉം 4ഉം വെട്ടാം അല്ലേ? സിംപ്ലിഫൈ ചെയ്തൂടെ? 4 4 പ്രാവശ്യം, 12ൽ 3 പ്രാവശ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വെട്ടുന്നു. 4 4 പ്രാവശ്യം, 12ൽ 3 പ്രാവശ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ എത്ര കിട്ടി? 10 × 3 എന്ന് പറഞ്ഞാൽ 30. എന്താണ് കാണേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് ആണ്, അത് ന്യൂട്ടൺ ആണ്. അപ്പോൾ 30 ന്യൂട്ടൺ ആൻസർ കിട്ടി. അപ്പോൾ നോക്ക്, ഇവിടെ നമ്മൾ ഏതാണ് ഇക്വേഷൻ ഉപയോഗിച്ചത്? mv - mu/t. അത് നമുക്ക് എങ്ങനെ എടുക്കാം? m × v - u/t. ഈ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 30 ന്യൂട്ടൺ എന്ന് കിട്ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് ഏതിന് പ്രൊപ്പോർഷണലാണ്?
ഫോഴ്സിന് പ്രൊപ്പോർഷനിലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രയോഗിച്ച ബലം എത്ര? ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതന്നെ ആയിരിക്കും, 30 ന്യൂട്ടൺ. അപ്പൊ രണ്ടാമത്തെ വാട്ട് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇതേ ആൻസർ തന്നെ, 30 ന്യൂട്ടൺ എന്ന് കിട്ടി. അത്രേ ഉള്ളൂ, വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സിമ്പിൾ ആയില്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ബോഡി. നമുക്ക് മാസ് തന്നിട്ടുണ്ട്, ഫോഴ്സും കിട്ടി അല്ലെ. മാസ് നമുക്ക് എത്ര തന്നെ? 10 കിലോഗ്രാം. ഫോഴ്സും കിട്ടി. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ കളർ ഒന്ന് മാറ്റി പിടിക്കട്ടെ. അതായത് F = ma. അപ്പൊ A = F/m. എഫ് എന്ന് പറഞ്ഞാൽ 30 എന്ന് കിട്ടി, മാസ് എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. സിമ്പിൾ. 0 കിട്ടി, അപ്പൊ 3. അപ്പൊ ആക്സിലറേഷൻ എത്ര കിട്ടി? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നോക്കുക, വസ്തുവിന്റെ ത്വരണം എത്രയാണ്? നമ്മൾ ഇക്വേഷൻ ആണ് F = ma, A = F/m. അത് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം സിമ്പിൾ ആയില്ലേ. ഇതാണ് ഓരോന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നി. ഇനി 6 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ച വസ്തുവിന്റെ പ്രവേഗം എത്ര? അപ്പൊ അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റി ആണ്. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഇഫ് ദിസ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഫോർ 6 സെക്കൻഡ്? 6 സെക്കൻഡ് ബലം കൊടുത്തപ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്ര? ഫൈനൽ വെലോസിറ്റി കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്? V = U + AT. എല്ലാ സംഖ്യകളും ഉണ്ട്. U എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ എത്ര തന്നിട്ടുള്ള? U 6 നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് 6. അപ്പൊ 6 + A ഇപ്പൊ കണ്ടെത്തി 3 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് സമയത്തേക്കാണ്. അപ്പോൾ ഇവിടെ 6 എന്ന് കൊടുത്തു. അപ്പോൾ 6 + 3 18. 18 6 എന്ന് പറഞ്ഞാൽ 18 2 20 24. അപ്പൊ 24 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ആയില്ലേ. അപ്പൊ എന്താണ്? 6 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന്റെ പ്രവേഗം എത്രയാ? ഫൈനൽ വെലോസിറ്റി കാണാൻ U + AT ഇത് വെച്ചിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 24 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സിമ്പിൾ ആണല്ലോ മക്കളെ, കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കട്ടെ. അടുത്തൊരു പ്രോബ്ലം ചോദ്യം ശരിക്കും എല്ലാവരും വായിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ചുമരിൽ ആണി കയറ്റുന്നു, അതിനു വേണ്ടി ചുറ്റിയെ കൊണ്ട് അടിക്കുന്നു. ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ 0.2 സെക്കൻഡ് സമയം കൊണ്ട് 8 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചെങ്കിൽ ബലത്തിന്റെ ആവേഗം എത്ര? അതാണ് ചോദ്യം. എന്താണ്? എ പേഴ്സൺ ഹിറ്റ് എ നെയിൽ ഓൺ എ വാൾ വിത്ത് എ ഹാമർ. ഹാമർ ഉപയോഗിച്ച് ഒരു ആണിയിൽ ഇങ്ങനെ അടിക്കുന്നു. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എത്ര സെക്കൻഡ് സമയം കൊടുത്തത്? 8 ന്യൂട്ടൺ ബലം അപ്ലൈഡ് ഓൺ എ വാൾ 0.2 സെക്കൻഡ് ഇവിടെ 8 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്തു? കൊടുത്തു അല്ലെ. 0.8 ന്യൂട്ടൺ കൊണ്ട് 8 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്തു? പ്രയോഗിച്ചു. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാ? ഫോഴ്സ് ബലം കണ്ടെത്തുക, ഇമ്പൾസ് കണ്ടെത്തുക, ആവേഗ ബലം കണ്ടെത്തുക. I = F × T. ഇതാണ് നമ്മൾ ഇക്വേഷൻ. നമുക്കിവിടെ എഫും തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. സിമ്പിൾ അല്ലേ, നേരെ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ എടുത്ത് എഴുതുന്നില്ല. എഫ് എന്ന് പറഞ്ഞാൽ 8 ന്യൂട്ടൺ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 0.2 സെക്കൻഡ്. 8 × 2 ആണ് 16 അല്ലേ. 16 എന്ന് കിട്ടും. പക്ഷെ 16 കൊണ്ടാണ് ഗുണിക്കേണ്ടത് 0.2. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പോൾ അത്രയും ന്യൂട്ടൺ സെക്കൻഡ്. സിമ്പിൾ അല്ലേ. അവിടെ ചെയ്യാൻ പറ്റൂല. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുണ്ട്? എന്താണ്? 8 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇമ്പൾസ് കാണാൻ പറഞ്ഞാൽ I = F × T. എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കൊടുത്ത്. അപ്പോൾ 1.6 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സിമ്പിൾ ആണെന്ന് ഓർത്ത് വയ്ക്കുക. വീണ്ടും അതേപോലത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു ചോദ്യം എന്താണ്? ഒരു ചുമരിൽ ആണി കയറ്റുന്നതിന് വേണ്ടി ചുറ്റിക ഉപയോഗിച്ച് അതിൽ അടിക്കുന്നു. ചുറ്റിക നിശ്ചലാവസ്ഥയിൽ നിന്നും ആരംഭിച്ച് വളരെ ചെറിയ സമയത്തേക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ വന്ന് ആണിയിൽ അടിക്കുന്നു. ഈ സന്ദർഭത്തിൽ ബലത്തിന്റെ ആവേഗം എത്ര? ചുറ്റികയുടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നുമില്ല. എന്താണ്? എ പേഴ്സൺ ഹിറ്റ് എ നെയിൽ ഓൺ എ വാൾ വിത്ത് എ ഹാമർ ഇഫ് ദ ഹാമർ സ്റ്റാർട്ട് ഫ്രം റസ്റ്റ്. അപ്പൊ ഒരു ആണി ഇങ്ങനെ വെച്ചു, ഹാമർ വെച്ചു. ഹാമർ ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം റസ്റ്റ് ആണ്. റസ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വന്ന് ഫോഴ്സോട് കൂടി അടിക്കുന്നു. അങ്ങനെ ഈ ചുമരിൽ എന്ത് ചെയ്യുന്നു? ആണി അടിക്കുന്നു. ഹാമറിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 200 ഗ്രാം. ഹാമറിന്റെ മാസ് എത്ര തന്നിട്ടുള്ള? 200 ഗ്രാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇമ്പൾസ് കണ്ടെത്തണം. അപ്പൊ ഇമ്പൾസ് കണ്ടെത്താനേ I = F × T. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഫോഴ്സും തന്നിട്ടില്ല, ടിയും തന്നിട്ടില്ല. പിന്നെ എങ്ങനെ ചെയ്യും? ടെൻഷൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? F = m × V - U/T ഒക്കെ വെച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് വലിയ പ്രോബ്ലമായിട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താം. പക്ഷെ അതിനൊന്നും നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം?
നമുക്ക് അങ്ങനെ വേണ്ട. കാരണം ഒറ്റയടിക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ, അതായത് ആവേഗ മൊമെൻ്റ് തത്വം. ബലത്തിൻ്റെ ആവേഗം ഈസ് ഈക്വൽ ടു മൊമെൻ്റ് വ്യത്യാസം. എന്താണ് ബലത്തിൻ്റെ ആവേഗം ഈസ് ഈക്വൽ ടു മൊമെൻ്റ് വ്യത്യാസം. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ എഫ് ടി ആണ് കാണുന്നത്, അതായത് ഐ ഈസ് ഈക്വൽ ടു എഫ് ടി ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എം വി മൈനസ് എം യു എന്ന് എടുത്തു. ഇത് എടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഇവിടെ നമുക്ക് തന്നിട്ട് ഹാമറിൻ്റെ റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് എം എന്ത് കൊടുത്തിട്ടുള്ളത്? റെസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് 20 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നു. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ നമുക്ക് മാസ് തന്നിട്ടുണ്ട്. മാസ് ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 200 ഗ്രാം. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ 200 ഗ്രാം. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 200/1000. ഈ 2 0 ഈ 2 0. അപ്പോൾ 2/10 പറഞ്ഞാൽ 0.2 കിലോഗ്രാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും മാസും കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പൾസ് കാണാൻ പറ്റും. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. അത് ഏതിന് ഈക്വലാണ്? എം വി മൈനസ് എം യു ബൈ ടിക്ക് ഈക്വലാണ്. അപ്പോൾ ഇതിലോട്ട് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ചെയ്താൽ മതി. മാസ് എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എത്ര? 20 മൈനസ് മാസ് എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു യു എത്ര? 0. ഇത് ചെയ്ത ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, 0.2 ഇൻറ്റു 20, 2 ഇൻറ്റു 20 എന്നാൽ 40 എന്ന് കിട്ടി. 2നെ കൊണ്ടാണോ? അല്ല, ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട്. അപ്പോൾ 0.0, അപ്പോൾ 4 എന്ന് കിട്ടി. മൈനസ് 0.2 ഇൻറ്റു 0 0 കിട്ടി, അതായത് 4 എന്ന് കിട്ടി. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഈ എഫ് ടി എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു ഈ എം വി മൈനസ് എം യു. ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 4 എന്ന് കിട്ടി. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞത്. ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മളോട് പറഞ്ഞത് ഒരു ചുറ്റിക ഉപയോഗിച്ച് ആണിങ്ങനെ അടിച്ച് കയറ്റുന്നു. ചുറ്റിക ആദ്യം എന്ത് ചെയ്യുന്നു? റെസ്റ്റിലാണ്. പിന്നീട് 20 മീറ്റർ പെർ സെക്കൻഡിൽ വന്ന് ഇടിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. യു എന്ന് പറഞ്ഞാൽ ആദ്യം റെസ്റ്റ് 0 മീറ്റർ പെർ സെക്കൻഡ്. വി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ഈ ഹാമറിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 200 ഗ്രാം ആണ്. കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ 0.2 കിലോഗ്രാം കിട്ടി. ഇത്രയും കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. എഫും ടിയും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് ഏതിന് ഈക്വലാണ്? എഫ് ടി എന്ന് പറയുന്നത്, ഇമ്പൾസ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു. ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. അതാണ് ഞാൻ അപ്പുറത്ത് ചെയ്ത്. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം, ഒരു ഗ്രാഫിന് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ 12 കിലോഗ്രാം മാസുള്ള വസ്തു വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫ് നൽകിയിരിക്കുന്നു. വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഗ്രാഫിലേക്ക് നോക്കിയിട്ടാണ് നമ്മളെല്ലാം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഗ്രാഫ് നോക്കുക, 0 തുടങ്ങുമ്പോൾ ഇവിടെ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റിയാണ്. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് അവസാനം എവിടെ എത്തി? 90 മീറ്റർ പെർ സെക്കൻഡ് എത്തി. അപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താം, ഇതാണ് യു എന്ന് പറയുന്നത്, ഇവിടെയാണ് വി. അപ്പോൾ യു ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്, വി ഈസ് ഈക്വൽ ടു 90 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ടൈം നോക്കിക്കോളുക, അവിടെ എത്രയാണ് ടൈം? ഇതാണ് ടൈം എന്ന് പറയുന്നത് ടി. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര? 12 സെക്കൻഡ്. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് കണ്ടെത്തണം? ഇവിടെ പ്രയോഗിക്കപ്പെട്ട ബലത്തിന്റെ അളവ് കണ്ടെത്തണം. എന്താ കണ്ടെത്തേണ്ടത്? ബലത്തിന്റെ അളവ് കണ്ടെത്തണം. എഫ് കാണണം. അപ്പോൾ എഫ് ഈക്വൽ ടു എം എ എന്നാണ്. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വി മൈനസ് യു ബൈ ടി. വി മൈനസ് യു ബൈ ടി. ഈ കേസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഈക്വൽ ടു എം ഇൻറ്റു, പേനക്ക് എന്ത് പറ്റി? എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇത് വെച്ച് ചെയ്താൽ മതി. മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര തന്നിട്ടുള്ളത്? 12 കിലോഗ്രാം. അപ്പോൾ 12 എന്ന് എഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. വി എന്ന് പറഞ്ഞാൽ എത്ര? 90 മൈനസ് യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ബൈ ടി എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ ഇവിടെ ഈ 12 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 12 അങ്ങനെ ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇവിടെ ഈ 12 ഈ 12 ക്യാൻസൽ. ബാക്കി 90 മൈനസ് 20 നമുക്ക് എത്ര കിട്ടി? 70 എന്ന് കിട്ടി.
അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഫലം എത്ര? 70 ന്യൂട്ടൺ. സിമ്പിൾ അല്ലടാ ചോദ്യം. അപ്പോൾ നോക്കി, ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ റിസൾട്ടൻ്റ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇനീഷ്യൽ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓരോ പ്രോബ്ലങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇനിയും ഒരുപാട് പ്രോബ്ലങ്ങളും ഒരുപാട് തിയറി ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. തേർഡ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്തുള്ള കൂടുതൽ പ്രോബ്ലങ്ങളും ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ലൈവ് ക്ലാസ് കാണണം മക്കളെ. കാരണം കെമിസ്ട്രി ഫിസിക്സ് ഒരുമിച്ചാണ്. അപ്പോൾ നിങ്ങൾ അന്ന് എത്ര ടൈം എടുത്താലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഫോണിലൊക്കെ ചാർജൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുക. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യണം. വരാനിരിക്കുന്ന ആ ക്രിസ്മസ് എക്സാം നമുക്ക് പൊളിച്ചടക്കണം. അപ്പോൾ അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സുകാരായി. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ 9ൻ്റെ അതേ ബേസ് ആയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞാൽ ഭയങ്കര ടഫുള്ള ബുക്കാണ്. അപ്പോൾ എല്ലാ ബേസിക് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10ലും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ 9ലെ എല്ലാ ചാപ്റ്ററുകളും റിവിഷൻ ചെയ്യുന്ന ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. എൻ ഗെയിമാണ്, നിഞ്ച എൻ ഗെയിം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് വരുന്ന പരീക്ഷകളൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിനിമം ഈ ഒരു 4 ടൈപ്പ് പ്രോബ്ലങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഓക്കേടാ.